Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് ഫ്രെയിംസ് വിത്ത് സ്വേ ബൈ യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സ്വേ വരുന്ന ഫ്രെയിംസ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. So next നമുക്ക് സ്വേ വരുന്ന ഫ്രെയിംസ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ അനലൈസ് ചെയ്യാം, അനാലിസിസ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രെയിംസ് വിത്തൗട്ട് സ്വേയിൽ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്തതിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആണ് ഫ്രെയിംസ് വിത്ത് സ്വേയുടെ അനാലിസിസ് പ്രൊസീജിയർ. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ 3 സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് നോൺ സ്വേ അനാലിസിസ്, സെക്കൻഡ് സ്വേ അനാലിസിസ് and last actual final moment calculation. Okay, so ഈ 3 steps ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫ്രെയിംസ് വിത്ത് സ്വേയുടെ അനാലിസിസിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓരോ സ്റ്റെപ്പ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നോൺ സ്വേ അനാലിസിസ്. ഈ നോൺ സ്വേ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് സ്വേ പ്രിവെന്റ് ചെയ്യാനായിട്ട് സ്വേ വരുന്ന ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മളൊരു സ്വേ പ്രിവെന്റിംഗ് ഫോഴ്സ് എസ് അപ്ലൈ ചെയ്യും. ജസ്റ്റ് ഈ ഒരു ഫ്രെയിം ശ്രദ്ധിക്കുക, ABCD. ഈ ഫ്രെയിമിൽ സ്വേക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, കാരണം ഈ ഫ്രെയിമിലെ 2 കോളംസിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആണ്. സോ ഇവിടെ സ്വേ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്വേയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. ടുവേർഡ്സ് റൈറ്റ് ആണ് ഈ കോളം ഡിസ്പ്ലേസ്ഡ് ആകുന്നത്. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഡയറക്ഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഞാനൊരു സ്വേ പ്രിവെന്റിംഗ് ഫോഴ്സ് എസ് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? നോൺ സ്വേ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ സ്വേ പോസിബിൾ ആകുന്നത് ആ സ്വേ പ്രിവെന്റ് ചെയ്യാനായിട്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, എസ്. ഇനി ഈ എസ് എന്ന ഫോഴ്സ് ആണ് നമ്മൾ നോൺ സ്വേ അനാലിസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ എങ്ങനെയാ എസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഫ്രെയിമിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. A എന്ന സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് HA, D എന്ന സപ്പോർട്ടിലെ ഹൊറിസോണ്ടൽ ഫോഴ്സ് HD ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് S കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? ബൈ യൂസിങ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം സിഗ്മ Fx is equal to 0. Sum of horizontal forces is equal to 0. ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് S കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ കേസിലെ സിഗ്മ Fx? HA plus HD minus S is equal to 0. ഇക്വേഷനിൽ നിന്നും എന്താണ് എസ്? HA plus HD. ഇനി എന്താണ് HA ആൻഡ് HD? ഓൾറെഡി സെക്കൻഡ് മോഡ്യൂളിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് പഠിപ്പിച്ചപ്പോൾ ഫ്രെയിംസ് വിത്ത് സ്വേയുടെ അനാലിസിസ് പ്രൊസീജിയറിൽ എങ്ങനെയാണ് HA ആൻഡ് HD കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡൗട്ട്സ് ഉള്ള ആൾക്കാർ ജസ്റ്റ് ആ ഒരു പോർഷൻ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ HA ആൻഡ് HB കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ഓരോ കോളംസിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ദെൻ ബീം കോളം ജോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുത്തിട്ടാണ് നമ്മൾ HA ആൻഡ് HD കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഫ്രെയിമിൽ വേറെ എക്സ്റ്റേണൽ ലോഡ്സ് ഒന്നും ഇല്ല. സോ HA will be MAB plus MBA by L and HD is MCD plus MBC by L. ഇനി ഫൈനൽ മൊമെന്റ്സ് ആയ MAB, MBA and MCD and MDC എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ യൂഷ്വൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയർ ആണ്. ഫസ്റ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, then distribution factor compute ചെയ്യാം, then distribution table വരയ്ക്കാം, iteration procedure follow ചെയ്യുക, final moments calculate ചെയ്യാം. Okay, so final moments കിട്ടിക്കഴിഞ്ഞാൽ final momentsനെ HA HD equationൽ substitute ചെയ്യുക, HA and HD calculate ചെയ്യുക, then find S. Okay, അപ്പോൾ ഇങ്ങനെയാണ് നോൺ സ്വേ അനാലിസിസിൽ നമ്മൾ സ്വേ പ്രിവെന്റിംഗ് ഫോഴ്സ് S കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് മെയിൻ സ്റ്റെപ്പിലോട്ട് പോവാം, സ്വേ അനാലിസിസ്. അപ്പോൾ ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസ് ആയിരുന്നു. സെക്കൻഡ് മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്വേ അനാലിസിസ് ആണ്. ശ്രദ്ധിക്കുക, സ്വേ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യമേ എക്സ്റ്റേണൽ ലോഡ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യും. ഓക്കെ, സ്വേ അനാലിസിസിൽ നമ്മൾ എക്സ്റ്റേണൽ ലോഡ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഒരു അസ്യൂംഡ് സ്വേ ഫോഴ്സ് S' അപ്ലൈ. നമ്മുടെ ഫ്രെയിമിലോട്ട് ഒരു അസ്യൂംഡ് സ്വേ ഫോഴ്സ് S' അപ്ലൈ ചെയ്യും. ഓക്കെ,
ഏത് ഡയറക്ഷനിലാണോ സ്വേ പോസിബിൾ ആകുന്നത് അതേ ഡയറക്ഷനിൽ ഒരു അസ്യൂംഡ് സ്വേ ഫോഴ്സ് എസ് ഡാഷ് അപ്ലൈ ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എസ് ഡാഷ് ആണ് സ്വേ അനാലിസിസിൽ കമ്പ്യൂട്ട് ചെയ്യുന്നത്. എങ്ങനെ എസ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ എസ് കാൽക്കുലേറ്റ് ചെയ്തതുപോലെ സെക്കൻഡ് സ്റ്റെപ്പ് ആയ സ്വേ അനാലിസിസിൽ എസ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വി ആർ അപ്ലൈങ് കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. സ്വേ അനാലിസിസിലെ സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞേ എച്ച് എ പ്ലസ് എച്ച് ഡി പ്ലസ് എസ് ഡാഷ് ഇസ് ഈക്വൽ ടു 0. ഫ്രം ദിസ് ഇക്വേഷൻ എസ് ഡാഷ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എച്ച് എ പ്ലസ് എച്ച് ഡി. ഓക്കെ, സോ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എസ് ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാം. Then HA and HD, HA will be MAB plus MBA by L and HD is equal to MCD plus MBC by L. ശ്രദ്ധിക്കുക, ഈ ഇക്വേഷനിൽ HA and HD കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫൈനൽ മൊമെന്റ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം? മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, യൂഷ്വൽ നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയർ യൂസ് ചെയ്ത് ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നോൺ സ്വേ അനാലിസിസിലും സ്വേ അനാലിസിസിലും ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂഷ്വൽ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഫോളോ ചെയ്യണം. കാരണം നോൺ സ്വേ അനാലിസിസിൽ നമ്മൾ എക്സ്റ്റേണൽ ലോഡ്സ് കൺസിഡർ ചെയ്തിരുന്നു, വേറസ് ഇൻ സ്വേ അനാലിസിസ് നമ്മൾ എക്സ്റ്റേണൽ ലോഡ്സ് കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാ എക്സ്റ്റേണൽ ലോഡ്സിനെ നെഗ്ലക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ലോഡ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ സ്വേ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ സ്വേ അനാലിസിസിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യും, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കും, ഐട്രേഷൻ പ്രൊസീജിയർ ഫോളോ ചെയ്യും, ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. സോ സ്വേ അനാലിസിസിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേഷനിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. സിൻസ് നമ്മൾ എക്സ്റ്റേണൽ ലോഡ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യുന്നത് കാരണം എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ട് കോളത്തിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ റേഷ്യോ ആണ് നമ്മൾ സ്വേ അനാലിസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എ ബി എന്ന കോളത്തിലെയും സി ഡി എന്ന കോളത്തിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ റേഷ്യോ ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ എ ബിയിലെയും സി ഡിയിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ആണ്. ഓൾറെഡി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമ്മൾ മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് എന്താണെന്ന് കണ്ടു. സെറ്റിൽമെന്റിന്റെ ഇക്വേഷൻ, മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ഇക്വേഷൻ എന്താണെന്ന് കണ്ടു. ആ സെയിം ഇക്വേഷൻ ആണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻ സ്വേ അനാലിസിസ്. ഓക്കെ, അപ്പൊ സ്വേ അനാലിസിസിൽ നമ്മൾ എ ബിയിലെയും സി ഡിയിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. ആ റേഷ്യോ അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ആണ്. സോ FEM in AB, fixed end moment in AB divided by fixed end moment in CD. AB le fixed end moment due to settlement calculate cheyanalla formula 6EI1 delta by L1 square and CD le moment due to settlement calculate cheyanalla formula 6EI2 delta by L2 square. Okay, so ഇവിടെ നമ്മൾ external loads എല്ലാം neglect ചെയ്യാണ്. രണ്ട് കോളത്തിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ റേഷ്യോ എടുക്കുന്നുണ്ട്. ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്കൊരു റേഷ്യോ കിട്ടും. ആ റേഷ്യോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ കിട്ടുന്ന ആ റേഷ്യോ ഇപ്പോൾ 1/2 എന്ന റേഷ്യോ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എ ബിയിലെ മൊമെന്റ് 50 എന്ന് എടുക്കുകയാണെങ്കിൽ സി ഡിയിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് 100 എന്ന് എടുക്കും. അപ്പൊ നമുക്ക് 1:2 ആണ് റേഷ്യോ കിട്ടുന്നതെങ്കിൽ എ ബിയിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഞാൻ 50 എന്ന് എടുത്താൽ സി ഡിയിൽ ഓട്ടോമാറ്റിക്കലി 100, അല്ലെങ്കിൽ എ ബിയിലെ 25 എന്നാണ് ഞാൻ മൊമെന്റ് എടുക്കുന്നതെങ്കിൽ സി ഡിയിലെ 50. ഓക്കെ, അപ്പൊ അങ്ങനെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോബ്ലം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോ കൺസിഡർ ചെയ്ത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യുക, draw the distribution table, iteration procedure follow ചെയ്യുക, then compute the final moments. Final moments കിട്ടിക്കഴിഞ്ഞാൽ HA and HD കാൽക്കുലേറ്റ് ചെയ്യുക, HA and HD കിട്ടിക്കഴിഞ്ഞാൽ S dash കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫ്രെയിംസ് വിത്ത് സ്വയുടെ അനാലിസിസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ സ്വേ അനാലിസിസിലും നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, സ്വേ അനാലിസിസിലും നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നോൺ സ്വേ അനാലിസിസിൽ നമ്മൾ എക്സ്റ്റേണൽ ലോഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. whereas in sway analysis നമ്മൾ external loads എല്ലാം neglect ചെയ്യുന്നുണ്ട്. രണ്ട് കോളത്തിന്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത് in terms of
moment due to settlement. Okay. So S and S dash കിട്ടിക്കഴിഞ്ഞാൽ next step is actual final moments calculation. So last step എന്ന് പറയുന്നത് actual final moment calculate ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഓൾറെഡി നമ്മൾ നോൺ സ്വേ അനാലിസിസിൽ ഒരു സ്വേ പ്രിവെന്റിംഗ് ഫോഴ്സ് എസ് കാൽക്കുലേറ്റ് ചെയ്തു. സ്വേ അനാലിസിസിൽ ഒരു അസ്യൂംഡ് സ്വേ ഫോഴ്സ് എസ് ഡാഷും കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ആക്ച്വൽ മൊമെന്റിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് സ്വേ കറക്ഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, സ്വേ കാരണം ഉണ്ടാകുന്ന ഇറേഴ്സിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു കറക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നുണ്ട്, വിച്ച് ഇസ് ദ റേഷ്യോ ഓഫ് എസ് ടു എസ് ഡാഷ്. സ്വേ കറക്ഷൻ ഫാക്ടർ കെ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്ത എസിന്റെയും സ്വേ അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്ത എസ് ഡാഷ്, ഈ രണ്ട് ഫോഴ്സിന്റെയും റേഷ്യോ ആണ് സ്വേ കറക്ഷൻ ഫാക്ടർ. ഓക്കെ, ഇനി സ്വേ കറക്ഷൻ ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ട് ഡ്രോ ടാബ്ലാർ കോളം ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ടാബ്ലാർ കോളം വരയ്ക്കാം. അതിൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഏതൊക്കെ മെമ്പേഴ്സ് ആണ് തന്നിരിക്കുന്ന ഫ്രെയിമിലെ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക. ദെൻ അസ്യൂംഡ് സ്വേ മൊമെന്റ്, അതായത് നമ്മൾ സ്വേ അനാലിസിസിൽ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, സ്വേ അനാലിസിസിൽ അതായത് സെക്കൻഡ് സ്റ്റെപ്പായ സ്വേ അനാലിസിസിൽ ഓരോ മെമ്പറിന്റെയും ഫൈനൽ മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതാണ് സെക്കൻഡ് റോയിൽ എഴുതേണ്ടത്. അസ്യൂം സ്വേ മൊമെന്റ്, അതായത് സ്വേ അനാലിസിസിലെ ഓരോ മെമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ സ്വേ മൊമെന്റ് എന്ന് പറയുന്നത് അസ്യൂംഡ് സ്വേ മൊമെന്റ് ഇൻറ്റു കറക്ഷൻ ഫാക്ടർ. ഓൾറെഡി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ അസ്യൂംഡ് സ്വേ മൊമെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻറ്റു കറക്ഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ സ്വേ മൊമെന്റ് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് റോയിൽ എഴുതേണ്ടത് നോൺ സ്വേ മൊമെന്റ്, അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ നോൺ സ്വേ അനാലിസിസിൽ കിട്ടിയ മൊമെന്റ്സ് ആണ് നോൺ സ്വേ മൊമെന്റ് എന്ന റോയിൽ എഴുതേണ്ടത്. സോ ആക്ച്വൽ സ്വേ മൊമെന്റും നോൺ സ്വേ മൊമെന്റും കിട്ടിക്കഴിഞ്ഞാൽ your final moments will be the sum of actual sway moment and non-sway moment. So final moments എന്ന് പറയുന്നത് actual sway momentന്റെയും non-sway momentന്റെയും sum ആണ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഫൈനൽ മൊമെന്റ് എന്ന് പറയുന്നത് ആക്ച്വൽ സ്വേ മൊമെന്റിന്റെയും നോൺ സ്വേ മൊമെന്റിന്റെയും സം ആണ്. ആക്ച്വൽ സ്വേ മൊമെന്റ് എന്ന് പറയുന്നത് കറക്ഷൻ ഫാക്ടർ ഇൻറ്റു അസ്യൂംഡ് സ്വേ മൊമെന്റ്. ദെൻ നോൺ സ്വേ മൊമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടുന്ന ഫൈനൽ മൊമെന്റ്സ്. അപ്പോൾ ആക്ച്വൽ സ്വേ മൊമെന്റിന്റെയും നോൺ സ്വേ മൊമെന്റിന്റെയും സം ആയിരിക്കും ഫൈനൽ എൻഡ് മൊമെന്റ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിംസ് വിത്ത് സ്വേ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. കുറച്ച് ലെങ്തി ആണ്, കാരണം ഫസ്റ്റ് നോൺ സ്വേ അനാലിസിസിലും നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ സ്വേ അനാലിസിസിലും നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ പ്രൊസീജിയർ കുറച്ച് ലെങ്തി ആണ്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആണ്. ഓക്കെ, സോ ഇപ്പൊ ഇന്ന് നമ്മൾ ഫ്രെയിംസ് വിത്ത് സ്വേ അനാലിസിസ് പ്രൊസീജിയർ ആണ് നോക്കിയത്. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.